MCUവിൻ്റെ ഫേസ് 5 എന്നുള്ളത് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു. അതായത് ആ ഫേസിൽ ഇറങ്ങിയ മൂവീസ് തിയേറ്ററിൽ പോയി കാണാൻ തോന്നാത്ത, ഈവൻ ആഫ്റ്റർ OTT റിലീസ് കാണാൻ തോന്നാത്ത രീതിയിൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. സോ ആ ഒരു സിറ്റുവേഷനിലാണ് ഫേസ് 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫേസ് 6ലെ ആദ്യത്തെ മൂവി ആയിരുന്നു ഫാന്റാസ്റ്റിക് 4. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ദ ഫാന്റാസ്റ്റിക് 4 ഫസ്റ്റ് സ്റ്റെപ്സ്. ആദ്യം തന്നെ പറയാലോ, ദ ഫാന്റാസ്റ്റിക് 4 വാസ് ഫാന്റാസ്റ്റിക്. ഇതിപ്പോൾ കാസ്റ്റിൻ്റെ കാര്യമാണെങ്കിലും ആക്ടിങ്ങിൻ്റെ കാര്യമാണെങ്കിലും സ്റ്റോറി ലൈനിൻ്റെ കാര്യമാണെങ്കിലും വിഷ്വൽ ട്രീറ്റിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം കൊണ്ടും ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് മൂവി. സോ ലൈക്ക് ബാക്കിയുള്ള ഒരു ഫേസ് 5നെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, കാരണം അത്രയും നല്ല ഒരു മൂവി ആയിട്ടാണ് ഫാന്റാസ്റ്റിക് 4 വന്നിട്ടുള്ളത്. അത്യാവശ്യം ഹൈപ്പിനോട് നീതി പുലർത്തി എന്ന് തന്നെ പറയാം. ഞാൻ കണ്ടത് IMAX 3Dയിലാണ്. ഇപ്പോൾ ഈ IMAX 3Dൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ചില സീക്വൻസ് ഉണ്ട്, ഇപ്പോൾ സ്പേസ് സീക്വൻസസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ട് കാണാൻ പറ്റി. സോ എനിക്ക് മൊത്തത്തിൽ പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി, കാരണം ആ ലെവലിൽ നല്ല രീതിയിലൊരു വിഷ്വൽ എഫക്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ബാക്കി സ്റ്റോറിയിലേക്ക് വരാനാണെങ്കിലും ഒരു സ്ഥിരം പാറ്റേൺ അല്ലാണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും പ്രെഡിക്റ്റബിലിറ്റി അവിടെ ഉണ്ട്. അതിപ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവി ആകുമ്പോൾ പ്രെഡിക്റ്റബിലിറ്റി അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളതിന് നല്ലൊരു മിഡ് ക്രെഡിറ്റ് സീനും പടത്തിനുണ്ട്. എൻ ക്രെഡിറ്റ് സീൻ ആരും കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വലിയ നൊസ്റ്റാൾജിക് ഫാന്റാസ്റ്റിക് 4 നൊസ്റ്റാൾജി ഉള്ള ആൾക്കാർ മാത്രം എൻ ക്രെഡിറ്റിന് ഇരുന്നാൽ മതി. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പക്ഷേ, അതായത് മിഡ് ക്രെഡിറ്റ് സീൻ പക്ഷേ അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. ഇനിയിപ്പോൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലേക്കുള്ള ഒരു ഡയറക്റ്റ് കാൽവെപ്പ് എന്നുള്ള രീതിയിലാണ് മിഡ് ക്രെഡിറ്റ് സീൻ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് മിസ്സാക്കാതിരിക്കുക എന്തായാലും പടത്തിൽ. പിന്നെ ഈ പടത്തിനെ സംബന്ധിച്ച് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഇനി അങ്ങോട്ട് ഈ ഫാന്റാസ്റ്റിക് 4 അല്ലെങ്കിൽ റീഡ് റിച്ചാർഡ്സ് ആയിരിക്കും അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. സോ അങ്ങനെ വന്നാൽ പോലും അത് നല്ലൊരു മൂവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഈവൻ പെട്രോ പാസ്കൽ ഇസ് എ വെരി കേപ്പബിൾ ആക്ടർ. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു മൂവിയിൽ വെച്ച് വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ വർക്ക് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. പിന്നെ ഒരു സംഭവം എനിക്ക് എടുത്തു പറയേണ്ടത് ഈ പടത്തെ പറ്റിയുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ മ്യൂസിക്കാണ്. ഇപ്പോൾ അതിൻ്റെ ഒറിജിനൽ മൈക്കൽ ഗിയാച്ചിനോ ആണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. സോ അതിൻ്റെ ഒരു ടൈറ്റിൽ സ്കോർ നല്ല രസമായിരുന്നു. ഇപ്പോൾ ആക്ച്വലി ലൈക്ക് നമുക്ക് ആ ഒരു മ്യൂസിക് പടത്തിലേക്ക് നമ്മളെ ഇൻവോൾവ് ചെയ്യില്ലേ, ആ രീതിയിൽ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിരുന്നു. സോ ഇൻ എ സിംഗിൾ വേർഡ് ഐ ക്യാൻ സേ ഇസ് ലൈക്ക് ഫാന്റാസ്റ്റിക് 4 ഇസ് എ വെരി ഗുഡ് ഫിലിം. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സോ ഐ എം ആക്ച്വലി കൈൻഡ് ഓഫ് ഹൈപ്ഡ് അപ്പ് ഫോർ വാട്ട് ഈസ് ഗോയിങ് ടു കം ഇൻ ഫേസ് 6. So in that way as well, this is a very good success. So I think as a fan, if you're a fan, go watch it. This is a must watch.